ഇതെങ്ങനെ ജഡ്ജ് ചെയ്യും, എനിക്ക് കിട്ടിയത് കറക്റ്റാണ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫോർമുല ഒന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോർമുല ഒന്നുമില്ല. ഒന്നിലും ഭയങ്കരമായി അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ. ഇപ്പം ഈ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഇതിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത്, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ന്യൂമറോളജി ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഓരോ ആൾക്കാരെ ഈ ചില കാര്യങ്ങളിൽ അങ്ങ് ഭയങ്കരമായി, നമ്മളെല്ലാത്തിലും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറയും സ്പിരിച്വാലിറ്റിയിൽ. കാരണം പുള്ളി എങ്ങോട്ട് ഇറങ്ങുമ്പോഴും തിരിയുമ്പോഴും എന്തെങ്കിലും ഇത് കാണുമ്പോഴും പുള്ളി ആരുടെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും കാറ് കണ്ടാലും 8, 4, 12, 11, 13 കേട്ടോ, സൂക്ഷിക്കണേ. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? കാർത്തിക, KR ഇതിലുണ്ട്. ഞാനും ന്യൂമറോളജി, എൻ്റെ ചെറുപ്പത്തിൽ ന്യൂമറോളജി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പേര് മാറ്റിയത്. പക്ഷേ പിന്നെ അത് മാറ്റി, അത് അന്ന് ആൾക്കാരൊക്കെ പറയും എല്ലാ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നമ്മളത് പിന്നെ അതും പൊക്കിക്കൊണ്ട് നടക്കുകയല്ല. നമ്മുടെ ലൈഫിൽ വരുന്നവരുടെ പേരൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഫ്രണ്ട്സ് ആവും എന്നൊക്കെ അല്ല. ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഒരു പുതിയ വർക്കിൻ്റെ പോസ്റ്റർ കൊടുത്താൽ തന്നെയും അതിൻ്റെ പേര് ഗുഡ് ബൈ ഗോസ്റ്റ് അയ്യോ 34 വരുന്നത് മാറ്റണം, അവിടെ അതിനകത്തൊരു H കൂടെ ചേർക്കണം. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. അപ്പോൾ അത് മറ്റുള്ളവർ നമ്മളെ കളിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ബോധം നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നമുക്കൊരല്പം ഒരു 50% ഇതിലൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ 100% ഇതിലൊക്കെ ഇപ്പോൾ ഒരു ന്യൂമറോളജി എന്നോ വല്ലതും പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട്, എനിക്കറിയാം വീടിന് വെളിയിലേക്ക് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നവർ വരെ ഉണ്ട്. വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ചിട്ടേ രാവിലെ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പ് കണക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അന്ധവിശ്വാസം അതിനെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ഇതിനൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലേ കൊടുക്കാവൂ. അല്ലാതെ ഇതിൽ ഓവറായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് മുതലെടുക്കാൻ പറ്റും. ഈ സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിവുകളുള്ള, ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരു സ്പിരിച്വൽ ഗുരുവുള്ള, ഇത്രയും കാഴ്ചപ്പാടുള്ള കാർത്തികിന് ആദ്യ പ്രണയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് എന്തുകൊണ്ടാണ് പുറത്തു വരാൻ പറ്റുന്നില്ല? അല്ല, ഇത് ആദ്യ പ്രണയം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ പ്രണയം എന്ന് ഞാൻ പറയാം. അത് ആ ഒരു പ്രണയത്തിൽ നിന്നാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കും. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട നമ്മുടെ ഇപ്പോഴത്തെ തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മളിൽ അമ്പലത്തിൽ, ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ച അവന് പരീക്ഷയെ വിജയിപ്പിച്ചേക്കണേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല ഇതിനുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആവാം, അല്ലെങ്കിൽ വാട്ടെവർ എന്താ. ഇപ്പം ഒരു കുട്ടി ജനിച്ച് ഒരു 6 മാസം ആകുമ്പോഴേ നല്ലതായിട്ട് പാടുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഡാൻസിലൊക്കെ ഇതാവുന്നു പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിൽ അറിയില്ല, നമുക്കറിയില്ല. ഭയങ്കര നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിലോട്ടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ടേ ഉള്ള അട്രാക്ഷൻ എങ്ങനെ തോന്നി? വീട്ടിൽ ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല. അതെങ്ങനെ തോന്നിയെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് ഡിസൈൻഡ് ആയി പോകുന്നത്. ഈ ലൈഫിൽ വരുന്ന ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നമുക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സോളിന് ഡാമേജ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും ഡാമേജ് ഇല്ലാതെ. ഇപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരുത്തുന്നില്ല, എഴുത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഇതിൻ്റെ ഒരു പവറാണ്. എനിക്ക് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്, ചിലപ്പോൾ ഞാൻ 2-3 വട്ടം അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതെൻ്റെ അദ്ദേഹത്തോടുള്ള സ്നേഹം, ഇമോഷൻ, അത് വേറെ. പക്ഷേ എനിക്ക് ഒരു വർക്ക് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറയുമ്പോഴോ എനിക്ക് എന്നെ ബലപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബലം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയിട്ടല്ല അത്. ഞാൻ പറഞ്ഞില്ല, അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. പലരുടെയും തോട്ട് അതാണ്, നമ്മുടെ ഭൗതികപരമായ കുറച്ച് കാര്യങ്ങൾ നേടാനും നമുക്ക് എപ്പോഴും ഇതായിട്ടിരിക്കാൻ പറ്റുന്ന ഇത്, അതിനു വേണ്ടിയിട്ടല്ല അത്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഓവർകം ചെയ്യാൻ പറ്റില്ലേ എന്ന്. ഐ മീൻ ഇത്രയും അറിവുള്ള ഒരാൾക്ക് അതിനെ സിമ്പിളായിട്ട് ഓവർകം ചെയ്തുകൂടെ? അതാണ് എൻ്റെ ഓവർകം ചെയ്യാതെ നമുക്ക് ചിരിക്കാൻ പറ്റൂല. ഓവർകം ചെയ്ത് കഴിഞ്ഞു. അത് ഓവർകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരാൾ നമ്മുടെ ലൈഫിൽ വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞില്ല, ഒരു വോയിഡ് എപ്പോഴും ഉണ്ടാവും, അതുണ്ടാവും. ഈ ഓവർകം ചെയ്യാതെ പറ്റാത്തവരാണ് നമ്മുടെ ഇപ്പോൾ വർക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നത്. അത് അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴോ അത്തരം കാര്യങ്ങളെ പറ്റി ഇതാക്കുമ്പോഴോ ഇമോഷണൽ ആവുന്നത് അതിൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഓവർകം ചെയ്തിട്ടില്ല, അതിൻ്റെ ലൈഫ് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പേരിൽ വെള്ളം അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തകർച്ചയിലോട്ട് പോയിട്ടില്ല. ഞാൻ അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫിലുണ്ടായി, അതിനെ ഓവർകം ചെയ്തു. അതിനെ ഓവർകം ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞ് ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ ഓവർകം ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ എനിക്കെന്നും അതൊരു സുഖമുള്ള ഒരു വേദനയായിട്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച സുഖമുള്ള വേദന കൊള്ളാം, എനിക്ക് ആ ഫ്രേസ്. നമ്മളിപ്പോൾ സംസാരിച്ച ടോപ്പിക്കിൽ വന്ന ഒരു വേർഡ്, ആ വേർഡിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. പാസ്റ്റ് ലൈഫ് ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണത്. അത് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. സയന്റിഫിക് ആയിട്ട് ഇന്ത്യയിൽ തന്നെ 5 വയസ്സായപ്പോൾ തന്നെ മറ്റൊരു നാട്ടിലെ വീടും സ്ഥലവും ഭാര്യയും കുട്ടികളെയും പറ്റി പറയുന്ന ഒരു കുട്ടിയെയും ഈ കുട്ടി പറഞ്ഞ് ആ നാട്ടിൽ പോയി മറ്റൊരു സംസ്ഥാന നാട്ടിൽ പോയി നോക്കിയപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വന്ന ഇൻസിഡൻസും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നൊരു കൃത്യമായിട്ടൊരു ഉത്തരം ഇല്ല. ഒരു സംഘം ആളുകൾ പറയുന്ന ഒരു പാസ്റ്റ് ലൈഫ് ആണെന്ന് പറയുന്നു, മറ്റുള്ള ആളുകൾ പറഞ്ഞു അത് അങ്ങനെയല്ല, അത് ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരിക്കും പറഞ്ഞു. ഇപ്പോഴും അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ടോ പാസ്റ്റ് ലൈഫിലൊക്കെ? പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ള ചിന്ത നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളൊക്കെ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ളൊരു ചിന്ത തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ പലയിടത്തും അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വിശ്വസിക്കണമെങ്കിൽ പലർക്കും സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു തെളിവ് കൊടുക്കണം. എന്നാൽ മാത്രമേ പല ആളുകളിലേക്കും മനസ്സിലേക്ക് ഇത് എടുക്കത്തുള്ളൂ. പക്ഷേ എല്ലാം നമുക്കങ്ങനെ സയൻറ്റിഫിക്കലായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്നോ, നിങ്ങൾക്ക് എന്നോട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് അളക്കാൻ പറ്റുന്നൊരു യന്ത്രമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സയൻറ്റിഫിക്കലായിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എത്ര വിഷമമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തിൻ്റെ അളവ് ഇത്രയാണ് സെൻറ്റിമീറ്റർ ആഴമളക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറയാൻ പറ്റുമോ? സന്തോഷമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സയൻറ്റിഫിക്കലായിട്ടൊരു കാര്യം അളക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായിടത്തും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ പറഞ്ഞ് കേട്ടറിവാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എല്ലാത്തിലും നമുക്ക് പൂർണ്ണമായും നമ്മളിൽ അനുഭവവേദ്യമാവുന്നത് വരെയും ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെയായി അതിനെ അറ്റാച്ച്ഡ് ആവും. അല്ലാതെ ഇതുണ്ട് എന്നുള്ളത് അങ്ങനത്തെ അല്ല. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ, ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് ഇപ്പോൾ 4-5 വയസ്സുള്ള ഒരു കുട്ടി ഭയങ്കരമായി നല്ലതായിട്ട് പാട്ട് പാടുന്നു, അവർ പെട്ടെന്ന് തന്നെ ഡാൻസ് കളിക്കുന്നു, അച്ഛനും അമ്മയും എഞ്ചിനീയർ ആയിരിക്കും, അവർക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണില്ല, പെട്ടെന്ന് ഇതെന്തുകൊണ്ട് സംഭവിച്ചു, നല്ലതായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ, ഇതൊക്കെ എങ്ങനെ വരുന്നു, ഇതൊക്കെ ബോൺ ടാലൻ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇതെങ്ങനെ ഈ ഒരു സിദ്ധി എങ്ങനെ കൈവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് അതൊരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആയിരിക്കാം. ആ പാസ്റ്റ് ലൈഫിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു റേസ് ആയിരിക്കാം എന്നാണ് ഇതാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ ആളുമല്ല, ഞാനത് അറിഞ്ഞു വരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാനുള്ള വിവരമില്ല, എന്നാൽ അതുണ്ട് എന്ന് പറയാനുള്ള വിവരമില്ല. ഇങ്ങനെയുള്ള ചെറിയ അറിവുകൾ കിട്ടി ഇതുണ്ടായേക്കാം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ.